ശ്ലീമോൻ തിരുസഭയാൽ നിന്നെ വന്ദിക്കുന്നു. അംബികൾ സുഗന്ധി നീസാൻ കുസുമം പോ നിന്നിൽ മാലിന്യം മസിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പാടുമോ പുത്രേ നീയ സുന്ദരി സുന്ദരി അഖിലാണ്ടത്തിൽ സൂര്യൻ സദൃശ നീയാകുന്നു. നിന്റെ നെറ്റിമേൽ ശ്രീബാലിൻ മുദ്ര വിശുദ്ധമാം നിൻ വാൾ സ്തോത്രം പാടുന്നു. രക്തത്താൽ നിന്നുളരുണ്ടെല്ലാം ചുവന്ന രാത്രി തവ പ്രജരാപകൽ സ്തോത്രം സന്നിധിയിൽ പാടിയിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ താതാ അനുഗ്രഹിച്ചങ്ങളെ തുടക്കേണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സ്നേഹത്തോടെ സ്തുതി. കർത്താവേ, അനുഗ്രഹിച്ചവനെ തിരിച്ചറിയാന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവനായിരിപ്പിൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവനായിരിപ്പിൻ. സ്ത്രീകളെ, നമ്മളുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ സഭയായതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവനിന്റെ ചെയ്യും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിസർജ്ജി തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദ്ദാന്റെ അക്കരെ യഹൂദിന്റെ അതിർത്തിയോളം എഴുന്നള്ളി വളരെ പുരുഷാരം തന്നെ പിന്നാലെ വന്നവനെ അവനവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽത്തവനെ പരീക്ഷിച്ചും കൊണ്ട് യാതൊരു കാരണത്താലും ഒരുവന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ താൻ അവരോട് ഉത്തരമായിട്ട് അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ഭസ്മോദാബോ
العالم والمن ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കാവുന്നതത്രേ. Glilabededumaren Venspire sojav noes La hasino yoye Glilot kumaro sojem berisem മകുടം കാത്തൻ തൻ കയ്യൽ ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമറോ മുടിചൂട്ടുന്നു. മുടിയേയും വാഴ്ത്തിയിടണമേ. Tomorrow, when smile so yav noes, the hasino yoye, glilot kumaro soem berise. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ അവൻ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന് സർശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം അവൻ നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. Lekal soyoye, glilot kumaro soyem berisho. മകുടം കാത്തൻ തൻ കയ്യാൽ ഇറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമറോ മുടിചൂട്ടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ അവൻ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന് സർശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം അവൻ നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ സത്യത്തിന്റെ മണവാൾമ കൊണ്ട് നിങ്ങളുടെ മണവാൾമയെ മുദ്രയിടട്ടെ. മശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ വേൽമെന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് കൂടെയിരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. ദൈവം അബ്രഹാം
കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്ത് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി, നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. No soboda bodaden ashabeli ruho aliso mengane kudemu paigunli eden തോട്ടത്തിനുടയോനെ എന്നെ വേർക്കുവാൻ വന്നവർ നീ ഇളങ്കാറ്റം കൊണ്ടുപോകാൻ ഉല്ലാസം എനിക്കവിടെയുണ്ട്. നീ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ വിശുദ്ധനാം സത്യമണവാളാ കരുണ ചെയ്തെങ്കിൽ ശരണം നീയേ. വാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ണമേ നീ മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ. ജനവും എന്നാം നീക്കും വാഴ്ത്ത വാഴ്ത്തിയിടണമേ ഇഹ പരലോകം വാഴ്വാനിവരേ. നമുക്ക് വാത്സല്യമുള്ളവരെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ ചേർത്ത് വന്നിരിക്കുന്ന ഈ സമയം വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് ഒരു സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനത്തിന് മുൻപാകെയും ദൈവയുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുൻപാകെയും ചേർന്ന് വന്നിരിക്കുന്ന ശിഷ്യന്മാരുടെയും ജനത്തിന്റെയും മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല, അത് അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ നിങ്ങളെ തമ്മിൽ തമ്മിൽ നാം ചേർത്തിരിക്കുന്നു. ദൈവം നമുക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും നാം കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പെട്ടക്കാരുടെ മേലും ശംശാന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവശ്യിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം എഴുതിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളും എന്നുള്ള കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ.
എന്തുകൊണ്ടെന്നാൽ ഇവളോട് ചർച്ചക്കാരെ വിട്ടു പിരിഞ്ഞ് ഇവിടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. ആകയാൽ അവനിനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ നഗ്നത മറപ്പാൻ വകയില്ലാത്തവനായി തീർന്നാലും അവളെ വസ്ത്രം ധരിക്കുമാറാക്കണം. അവനെ വിശന്നിരുന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഇത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവൾ അവനോട് വർത്തിക്കുകയും യോഗ്യമാമണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതിനായുമല്ലോ ആകുന്നു. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്ങൾ നിങ്ങളുടെ മേലും നമ്മുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിവാഹവേശത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികളും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ആ സമയത്ത് കൊയാർ ഒരു ഗാനം പാടുന്നതായിരിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. റോഹായിക്കടുത്ത ഈ ശുശ്രൂഷയിൽ നമ്മോടുകൂടി ഒരുങ്ങുന്നത് സംബന്ധിച്ച് നിങ്ങളേവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതകളും കുറവുമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതങ്ങളായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.